വിസ്മയകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന തരത്തിൽ ആഗോള രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡെൻമാർക്കിന്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യം വെറുമൊരു സാമ്പത്തിക ഇടപാടിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയുടെ കൂടി ഭാഗമാണെന്നും വൈറ്റ് ഹൗസ് ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനായി നയതന്ത്ര ചർച്ചകൾക്കപ്പുറം സൈനിക നടപടികൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ അമേരിക്ക പരിഗണിക്കുന്നുണ്ടെന്ന വൈറ്റ് ഹൗസിന്റെ വെളിപ്പെടുത്തൽ രാജ്യാന്തര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ആർട്ടിക് മേഖലയിൽ വളർന്നു വരുന്ന റഷ്യൻ ചൈനീസ് സ്വാധീനത്തെ പ്രതിരോധിക്കണമെങ്കിൽ തന്ത്രപ്രധാനമായ ഈ ദ്വീപ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകണമെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തെ ഡെൻമാർക്കും മറ്റ് നോർഡിക് രാജ്യങ്ങളും തള്ളിക്കളഞ്ഞതോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മറുകരയിൽ പുതിയൊരു നയതന്ത്ര യുദ്ധത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നോർഡിക് രാജ്യങ്ങളായ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ എന്നിവർ പുറപ്പെടുവിച്ച സംയുക്തമായ പ്രസ്താവന അമേരിക്കൻ മോഹങ്ങൾക്ക് കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച് ഏത് തീരുമാനവും ആ രാജ്യത്തിന് ഡെൻമാർക്കിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും അതിൽ പുറത്തു നിന്നുള്ള ശക്തികളുടെ ഇടപെടൽ അനുവദിക്കാനാവില്ലെന്നും ഇവർ കർശനമായി വ്യക്തമാക്കി. എങ്കിലും നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്കയുമായുള്ള സുരക്ഷാ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്ന ഒരു വിട്ടുവീഴ്ച നിലപാടും നോർഡിക് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തി ഗ്രീൻലാൻഡ് വിട്ടുകൊടുക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ആധുനിക കാലത്തെ ഒരു കോളനിവൽക്കരണ നീക്കമായാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കാണുന്നത്. യുകെയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രബല യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ആർക്ക് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനതയാണെന്നും വിഭവസമൃദ്ധമായ ഒരു ഭൂപ്രദേശത്തെ വെറും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം പോലെ കാണുന്നത് അപലപനീയമാണെന്നും യൂറോപ്യൻ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഭൗമരാഷ്ട്രപരമായ ഈ തർക്കങ്ങൾക്കിടയിലാണ് വെനസ്വേലയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ ആഗോള ഊർജ്ജ വിപണിയെയും അമേരിക്കൻ വിദേശ നയത്തെയും കൂടുതൽ സജീവമാക്കുന്നത്. വെനസ്വേലയിലെ ഇടക്കാല സർക്കാർ 30 മുതൽ 50 ദശലക്ഷം ബാരൽ വരെ ഉയർന്ന നിലവാരമുള്ള എണ്ണ അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി പ്രസിഡന്റ് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് വെറും ഒരു എണ്ണ കച്ചവടമല്ലെന്ന് വിപണി വിലയ്ക്ക് വിൽക്കുന്ന ഈ എണ്ണയിലൂടെ ലഭിക്കുന്ന പണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറിയായ പ്രത്യേക ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. വെനസ്വേലയിൽ രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിൽ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിനും ഈ നീക്കം സഹായിക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ കണക്കുകൂട്ടൽ. എണ്ണ സമ്പന്നമായ വെനസ്വേലയുമായുള്ള ഈ സഹകരണം അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ആർട്ടിക് മേഖലയിലെ മഞ്ഞുപാളികൾ ഉരുകുന്നതോടെ പുതിയ കപ്പൽ ചാലുകൾ രൂപപ്പെടുകയും അവിടുത്തെ ധാതു സമ്പത്ത് ഖനനം ചെയ്തെടുക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് ലോകശക്തികളെ ഗ്രീൻലാൻഡിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. റഷ്യ ഈ മേഖലകൾ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഗ്രീൻലാൻഡിലെ തന്ത്രപ്രധാനമായ തുലെ എയർബേസ് നിലവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലാണെങ്കിലും ദ്വീപിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈവശമെത്തുന്നത് വഴി ആർട്ടിക് മേഖലയിലെ ഏകപക്ഷീയമായി അധികാരം ഉറപ്പാക്കാമെന്ന് പെന്റഗണും വൈറ്റ് ഹൗസും കരുതുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ അതിമോഹത്തിന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നില്ല എന്നത് ട്രംപിന് വലിയൊരു വെല്ലുവിളിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭൂപ്രദേശം കൈവശപ്പെടുത്താൻ സൈനിക നടപടി പോലും ആലോചിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ലോകക്രമത്തെ തകർക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരേ സമയം ഉത്തര ധ്രുവ മേഖലയിലും ലാറ്റിൻ അമേരിക്കയിലും സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറും. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡെൻമാർക്കിനെ സമ്മർദ്ദത്തിലാക്കി കാര്യം കാണാമെന്ന ട്രംപിന്റെ പ്രതീക്ഷകൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ഐക്യദാർഢ്യം തടസ്സമായി നിൽക്കുന്നു. വെനസ്വേലയിലെ എണ്ണശേഖരം കൈക്കലാക്കുന്നതിലൂടെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് അമേരിക്കയുടെ പ്രഥമ ലക്ഷ്യം. ഇത് റഷ്യയെയും ചൈനയെയും പോലുള്ള രാജ്യങ്ങളെ ചൊടിപ്പിക്കാനും ഇടയാക്കും. ഗ്രീൻലാൻഡ് മുതൽ വെനസ്വേല വരെ നീളുന്ന അമേരിക്കയുടെ ഈ നയതന്ത്ര ചുടല നീക്കങ്ങൾ ലോകത്തെ മറ്റൊരു ശീതയുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ആഗോള സമാധാനത്തെയും രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടലിനെയും ബാധിക്കുന്ന ഈ വിഷയങ്ങൾ വരും മാസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി തുടരുമെന്നതും ഉറപ്പാണ്.